ഹായ് ഹലോ വെൽക്കം ടു ദ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അടിപൊളി ഒരു ചമ്മന്തി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇത് ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടിയാണ്. അപ്പോൾ ഒത്തിരി നാളത് കേടുകൂടാതൊക്കെ വെക്കാൻ പറ്റിയ ഒരു ചമ്മന്തിപ്പൊടിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ചമ്മന്തിപ്പൊടിക്ക് ആവശ്യമായ സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഉണക്കച്ചെമ്മീൻ, അത് നല്ല വൃത്തിയായിട്ട് കഴുകി ഉണക്കിയെടുക്കണം. അങ്ങനെ എടുത്തിരിക്കുന്ന 1 കപ്പ് ഉണക്കച്ചെമ്മീനാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതിനാവശ്യമായ തേങ്ങ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ. എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ഈ സാധനങ്ങളൊക്കെ കൂട്ടണം. ഇത് ഞാനിപ്പോൾ ഒരു വലിയ കപ്പ് ഉണക്കച്ചെമ്മീനാണ് എടുത്തിരിക്കുന്നത്. ഇത് പരിപ്പായിട്ട് കിട്ടുന്നത് കൊണ്ട്, അല്ലാതെ തന്നെ എൻ്റെ തലയും വാലും ഒക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം നുള്ളി എടുത്തതാണ് നമുക്ക് കുറച്ചുകൂടെ സൗകര്യപ്രദം. ഇതിലേക്ക് ഒരല്പം ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 6 വറ്റൽമുളക്, അതുപോലെ തന്നെ ഒരു 4-5 കഷ്ണം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില. അപ്പം ഇനി ഇതിനകത്ത് ഉപ്പ് മാത്രമേ നമുക്ക് ചേർക്കാനുള്ളൂ. ഉപ്പും മുളക് പൊടിയൊക്കെ ഒരു ശകലം ചേർക്കണം. അത് നമ്മൾ ചേർക്കുന്ന മുറയ്ക്ക് കാണിച്ചു തരാം. ആദ്യമായിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ഇത് നമ്മളൊരു പാൻ അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. നല്ല എരിവുള്ള വറ്റൽമുളകാണ്. അതൊന്ന് കരിയാതെ റോസ്റ്റ് ചെയ്തെടുക്കാം. മുളകൊക്കെ നല്ല പരുവത്തിന് മൂത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റാം. കരിഞ്ഞു പോരുത്, കരിഞ്ഞ വേറൊരു ചുവ വരും. നമുക്കിതിലേക്ക് നമ്മുടെ ഉണക്കച്ചെമ്മീൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഉണക്കച്ചെമ്മീൻ എപ്പോഴും റോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല സിമ്മിലിട്ട് വേണം അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കരുത്. അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനും അതിനെ ഉള്ളൊന്നും അത്ര ഇതായിട്ട് മൂത്ത് കിട്ടത്തില്ല. അങ്ങനെ ചെയ്താൽ നമ്മുടെ ചെമ്മീൻ ചമ്മന്തിപ്പൊടി ചീത്തയായി പോകും. നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ആയോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇച്ചിരി കൂടെ ഒന്ന് മൂക്കാനുണ്ട്. നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അത് പൊടിഞ്ഞു വരും. അതാണ് നമ്മുടെ ചെമ്മീൻ്റെ പരുവം. അതെ, നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി ഇച്ചിരി കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൊത്തിയരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇതെല്ലാം കൂടെ നമുക്ക് നമ്മൾ തീയലിന് മൂക്കുന്ന അത്രയും മൂപ്പിക്കേണ്ട, എന്നാൽ ഒരു ഗോൾഡൻ നിറത്തിലേക്ക് വരുവും വേണ്ട. ഞാനിവിടെ ഇതിനായിട്ട് ഒരു 3/4 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ തേങ്ങ നല്ല ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. അതായത് ഒരു കളറിന് വേണ്ടി മാത്രം. നമുക്ക് ഈ പൊടിയുടെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് ചമ്മന്തിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഒന്നുകൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ മുളക്, നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന മുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വേറെ ഒരു പരിപാടിയില്ല. നമ്മൾ മിക്സിയുടെ അകത്ത് ഒന്നിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നു. ഒരുപാടങ്ങ് ഫൈൻ പൊടിയായി പോകണ്ട, ഇച്ചിരി തരിതരിപ്പ് വേണം. അപ്പം നമുക്ക് ഇത് ലേശം ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ അകത്തിട്ട് ഒന്ന് അടിച്ചിട്ട് വരാം. നമ്മുടെ മിക്സിയുടെ ജാറ് നന്നായിട്ട് കഴുകി ഉണക്കിയതായിരിക്കണം. വെള്ളമയം പാടില്ല. അപ്പം നമ്മളിത് ഒരു അല്പം പോലും എണ്ണ ചേർക്കാതെ എല്ലാം റോസ്റ്റ് ചെയ്തെടുത്തതാണ്. നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. ഇതേ നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പം അതേ ഇത്രയേ ഉള്ളൂ. എന്ത് സിമ്പിളല്ലേ. എല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്ന പാട് മാത്രമേ ഉള്ളൂ. അപ്പോൾ
പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നമ്മളിപ്പോൾ പുറത്തേക്ക് കൊടുത്തുവിടാനുള്ളതാണേലും നമുക്ക് വെച്ചിരുന്ന് ഉപയോഗിക്കാനുള്ളതാണേലും നമ്മൾ എടുക്കുന്ന സാധനം എല്ലാം നന്നായിട്ട് വറുത്തെടുക്കുക. അതുപോലെ തന്നെ ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ വെച്ചിട്ട് ഉപയോഗിക്കാം, കൊടുത്തുവിടണമെങ്കിൽ കൊടുത്തുവിടാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങളും ഒന്ന് ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.